ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ലുത്തിനിയയിലെ ഏറ്റവും നിർമ്മലയായ മാതാവേ എന്ന വിശേഷണത്തെക്കുറിച്ചാണ്. സെമിറ്റിക് പാരമ്പര്യപ്രകാരം കന്യകാത്വം ദേവതകളുടെ വിശേഷതയാണ്. എന്നാൽ അതിനപ്പുറത്ത് സ്വർഗരാജ്യത്തെ പ്രതിയുള്ള കന്യകാത്വം വളരെ ശ്രേഷ്ഠമാണെന്ന് യേശു പഠിപ്പിച്ചു. യേശു പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡരായി ജീവിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗത്തെ രാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹായും ഇതിന് ഊന്നൽ നൽകുന്നുണ്ട്. കന്യകാത്വം വഴി യേശുവുമായി ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കുന്നു. ഇപ്രകാരമുള്ള ജീവിതം ശ്രേഷ്ഠമായ ഒരു ജീവിതശൈലിയായി ആദിമ സമൂഹം കരുതി. പലരും മറിയത്തെ അനുകരിച്ചു. അങ്ങനെ അവൾ കന്യകകളിൽ ഏറ്റവും നിർമ്മല കന്യകയായി മാറി. മറിയം നിത്യകന്യക ആയിരുന്നുവെന്ന് സഭാ പാരമ്പര്യം വിശ്വസിച്ചു പോന്നു. സിറിയയിലെ വിശുദ്ധ എഫ്രേം പറയുന്നു, അമലയും നിർമ്മലയുമായ പരിശുദ്ധ കന്യകയെ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയായ കർത്താവ് അങ്ങയുടെ തിരുസുതനും അങ്ങ് അവിടുത്തെ പവിത്രയായ അമ്മയുമാണല്ലോ. നീ പരിശുദ്ധിയും പാപരഹിതയുമാകുന്നു, പാപികളുടെയും നിരാശരുടെയും പ്രത്യാശയാകുന്നു. ഞങ്ങൾ അങ്ങയുടെ സ്തുതി പാടുന്നു. സർവ്വനന്മകളുടെയും നിറകുടമെന്ന് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. കാരണം ദൈവകുമാരനെ തന്നെ അങ്ങ് സംവഹിച്ചു. ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങയുടെ സഹായത്തിനായി യാചിക്കുന്നു. 1981 ജൂൺ 24 മെഡ്ജുഗോറിയയിൽ 6 കുട്ടികൾക്ക് പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടു. 3-ാം ദിവസത്തെ കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. ആഗത ആരാണെന്ന കുട്ടികളുടെ ചോദ്യത്തിന് ഉത്തരമിതായിരുന്നു: ഞാൻ പരിശുദ്ധ കന്യക മറിയമാണ്. ജനങ്ങളെ മാനസാന്തരപ്പെടുത്തുക, അനുരഞ്ജിപ്പിക്കുക, സമാധാനം, മനപരിവർത്തനം, പ്രാർത്ഥന, പ്രായശ്ചിത്തം എന്നിവയ്ക്കായി ഏവരെയും ആഹ്വാനം ചെയ്യുക എന്നതാണ് എൻ്റെ ആഗമന ഉദ്ദേശം.